വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. SSLC സോഷ്യൽ സയൻസ് പരീക്ഷയിൽ ചോദിക്കാൻ ഏറ്റവും സാധ്യതയുള്ള മറ്റൊരു ചോദ്യവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു 4 മാർക്കിന് നമുക്ക് ഈ ചോദ്യം പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ എസ്സേയിൽ ചിലപ്പോൾ ഇത് ഉൾപ്പെടുത്താൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ അല്ലെങ്കിൽ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമായിട്ടുള്ളതിനെ പറ്റി നമ്മൾ പഠിച്ചു. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് ഇപ്പോൾ ഇവിടെ നോക്കാം. സൗരോർജം, കാറ്റ്, ഭൗമതാപോർജം, വേലിയേറ്റ ഊർജം, അതുപോലെ തന്നെ ജൈവോർജം, ഇവയൊക്കെയാണ് പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾ. ഇവ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ എന്നാണ് അറിയപ്പെടുന്നത്. സൗരോർജം ഊർജത്തിന്റെ അടിസ്ഥാന ഉറവിടമാണ് സൂര്യൻ. സൂര്യരശ്മികളെ ഊർജമാക്കി മാറ്റിയെടുക്കാൻ പല സാങ്കേതിക വിദ്യകളും പ്രചാരത്തിലുണ്ട്. സൂര്യനിൽ നിന്നുള്ള ഊർജം ഉപയോഗിക്കാൻ ഫോട്ടോ വോൾട്ടായിക്, സോളാർ തെർമൽ ക്യാപ്ചർ എന്നീ മാർഗങ്ങൾ ഉപയോഗിക്കുന്നു. ഫോട്ടോ വോൾട്ടായിക് സെല്ലുകളിൽ സംഭരിക്കുന്ന സൂര്യകിരണങ്ങൾ പരിവർത്തനം ചെയ്ത് കിട്ടുന്ന ഊർജം വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു വരുന്നു. നമ്മൾ പലരും ഈ കാര്യം കണ്ടിട്ടുണ്ട്, സോളാർ സെല്ലുകളായിട്ടല്ലേ. ഇത് നമുക്ക് വീടുകളിലൊക്കെ ഇലക്ട്രിസിറ്റിയുടെ ലഭ്യത കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. ഇലക്ട്രിസിറ്റി ഉപയോഗം കുറച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കാം. രണ്ടാമത് കാറ്റ്. കാറ്റിൽ നിന്നുള്ള ഗതികോർജം ഒരു ഊർജ്ജ രൂപമാക്കി മാറ്റുന്നു. കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ച് കാറ്റാടി കറക്കുകയും അതുവഴി കാറ്റാടിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്തതാണ് ഭൗമതാപോർജം. നല്ലൊരു ഫോട്ടോയെ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. ഭൗമാന്തർഭാഗത്ത് നിന്നും മാഗ്മ ഉപരിതലത്തിലേക്ക് ബഹിർഗമിക്കുമ്പോൾ മോചിപ്പിക്കപ്പെടുന്ന താപം കാര്യക്ഷമമായി സംഭരിച്ച് വൈദ്യുതോർജ്ജമായി മാറ്റുന്നു. ഇതുകൂടാതെ ചൂട് നീരുറവകളിലൂടെ, അതായത് ഗെയ്സർ, ഭൗമാന്തർഭാഗത്തു നിന്നും പുറത്തേക്ക് വമിക്കുന്ന ജലം, നീരാവി എന്നിവയിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുവാനും കഴിയുന്നു. ഒരു ബദൽ ഊർജ ഉറവിടം എന്ന നിലയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന വിഭവമാണ് ഇത്. ഇങ്ങനെയുള്ള ഭൗമതാപോർജ പ്ലാന്റുകൾ തന്നെ ഇന്ത്യയിലുണ്ട്. മണികരണൊക്കെ അതിന് എക്സാമ്പിളാണ്. ഭയങ്കര ഹിമാചൽ പ്രദേശിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ഭൗമതാപോർജ പ്ലാന്റൊക്കെ പുതുതായിട്ട് നിലവിൽ വന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് വേലിയേറ്റ ഊർജം. സമുദ്രത്തിലെ വേലിയേറ്റങ്ങളെ പ്രയോജനപ്പെടുത്തി ടർബൈനുകൾ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. സമുദ്രത്തിലെ വേലിയേറ്റങ്ങളെ പ്രയോജനപ്പെടുത്തി ടർബൈനുകൾ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. നെക്സ്റ്റ് എന്താണ്? ജൈവോർജം. ജൈവ പദാർത്ഥങ്ങളിൽ നിന്നും ജൈവാവശിഷ്ടങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഊർജമാണിത്. ജൈവോർജം വികസ്വര രാജ്യങ്ങളിലെ ഗ്രാമീണരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പരിസര മലിനീകരണം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. നഗരമാലിന്യങ്ങളിൽ നിന്നും ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതികളും ഇന്ന് നടപ്പിലാക്കി വരുന്നുണ്ട്. ഇത് വളരെ ഉപയോഗമുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഊർജ സ്രോതസ്സുകളാണ് ഈ പറയുന്ന പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ. ഇതെന്തായാലും നോക്കിയിട്ട് തന്നെ പോകണം എൻ്റെ മക്കൾ. ഓക്കെ, താങ്ക് യു.